പല ആളുകൾക്കും സങ്കടമാണ്. റമദാൻ കാര്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. പലതും ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ധാരണ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഖുർആൻ ഒരു ഖത്തം പോലെ എനിക്ക് തീർക്കാൻ കഴിഞ്ഞില്ല. അവസരങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തേ എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ നൽകുന്ന മറുപടിയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കേണ്ടത്. റമദാൻ വരുമ്പോഴല്ല, റമദാൻ ഇങ്ങനെ നാളെ റമദാൻ ആണെന്ന് പറയുമ്പോഴല്ല നമ്മൾ റമദാനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അതിനു മുൻപേ ചില ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ വളരെ ഗൗരവത്തിൽ ഓരോന്നും പഠിപ്പിച്ചു. ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? ആദ്യം വേണ്ടത് സുഹൃത്തുക്കളെ അറിവാണ്. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. ഒരവസരം, ഈ അവസരത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസമാണ് റമദാൻ നമ്മൾ പ്രവേശിച്ചതെങ്കിൽ അതിൽ എനിക്ക് എത്രത്തോളം നേടാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ. അറിവുള്ളവർക്കാണ് റഹ്മാനായ റബ്ബിനെ ഭയപ്പെടാൻ കഴിയുക. ഏതൊരു കാര്യം അങ്ങനെ തന്നെയല്ലേ? എനിക്ക് എന്ത് മെച്ചം എന്നാണ് നമ്മൾ ചോദിക്കുക. ഇങ്ങനൊരു അവസരം പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ചെയ്താൽ എനിക്ക് എന്ത് ബെനിഫിറ്റ്? ആദ്യം പറയുന്ന പറയാം. ഭൗതിക ലോകത്തിൽ എത്തിരി പോകുന്ന കരാറിൽ ഏർപ്പെടുമ്പോൾ പോലും നമ്മൾ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, സംസാരം നിർത്ത്, എനിക്ക് എന്തുണ്ട് മെച്ചം? എന്താ അങ്ങനെ? മെച്ചം എന്തെന്നറിയുമ്പോൾ അതുവരെയില്ലാത്ത ഒരു ത്വര, അതുവരെയില്ലാത്തൊരു താല്പര്യം, അതുവരെയില്ലാത്തൊരു ആവേശം നമുക്കുണ്ടാകും. എങ്കിലും സഹോദരന്മാരെ, എന്താണ് റമദാന് കൊണ്ട് ലഭിക്കുന്നത് എന്ന കൃത്യമായ ശ്രേഷ്ഠതകൾ നമ്മൾ അറിയണം. അതിന്റെ മതവിധികൾ നമ്മൾ അറിയണം. കേവലം പട്ടിണി കടന്നാൽ മാത്രം നോമ്പായിക്കൊണ്ട് ഒരിക്കലുമില്ല. അതിന്റെ വിശാലമായ തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മതവിധികൾ നമ്മൾ പഠിക്കണം. എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് നോമ്പുകൾ മുറിയും, അതിന്റെ പ്രതിഫലത്തെ കുറക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രതിഫലത്തെ കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു നോമ്പുകാരൻ എങ്ങനെയാകണം എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവ് നമുക്കുണ്ടാകണം. ഇൻഷാ അല്ലാഹ് വരും ഖുത്ബയിൽ നമുക്ക് ഭാഗ്യമായി കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയണം സുഹൃത്തുക്കളെ. പല ആളുകളും റമദാനെ വരവേൽക്കുക എന്ന് പറയുമ്പോൾ ശുദ്ധീകരണം നടത്താറുണ്ട്. വീടും പരിസരമൊക്കെ ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, എല്ലാം ശുദ്ധീകരിക്കാൻ നമുക്ക്. പക്ഷെ അതിനേക്കാൾ വലിയ മുൻഗണന കൊടുക്കേണ്ടത് അവനവന്റെ മനസ്സ് ശുദ്ധീകരിക്കാനാണ്. എന്തിൽ നിന്നാണ് മനസ്സ് ശുദ്ധീകരിക്കേണ്ടത്? ശുദ്ധീകരിക്കപ്പെട്ടൊരു മനസ്സുമായി റമദാനിലേക്ക് പ്രവേശിച്ചെങ്കിൽ ആ സഹോദര, ആ റമദാനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. എങ്കിൽ എന്തിൽ നിന്നല്ല മനസ്സ് ശുദ്ധിയാകണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മളെ പഠിപ്പിച്ച ഒന്നാമത്തെ ഓർഡർ ശിർക്കിൽ നിന്നും ശുദ്ധിയാകണമെന്നാണ്. ശിർക്കിൽ നിന്നും മുക്തമാകണം നമ്മുടെ മനസ്സ്. സഹോദരങ്ങളെ, അത് ഉണ്ടോ നമ്മൾ ആലോചിക്കണം. തിങ്കളും വ്യാഴത്തെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫയഗ്ഫിറു ലികുല്ലി അബ്ദിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അടിയാന്മാർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. ഒറ്റ കണ്ടീഷൻ, ലാ യുശ്രികു ബില്ലാഹി ശൈആ. അവൻ റഹ്മാനായ റബ്ബിൽ പങ്കു ചേർക്കുന്നവനാകരുത്. അള്ളാഹു നൽകുന്ന പാപമോചനത്തിന്റെ സന്ദർഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഇതുവരെ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപക്കറകളും കഴുകിക്കളഞ്ഞൊരു പുതുജീവിതം നേടിയെടുക്കാൻ കഴിയുന്ന പ്രിയമുള്ളവരെ ഏറ്റവും വലിയ അവസരത്തിലേക്ക് പോകുമ്പോ ആ മഗ്ഫിറത്ത് കിട്ടാതിരിക്കാനുള്ള ഏറ്റവും വലിയ ബാരിക്കേഡ്, ഏറ്റവും വലിയ തടസ്സം ശിർക്കുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആലോചിച്ച് നോക്കണം, ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ ശിർക്കിന്റെ അംശം എന്നുള്ളത്? അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ മറ്റാരോടും പറയുന്നുണ്ടോ? റഹ്മാനായ റബ്ബിന് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന ഒരു കാര്യത്തെ മറ്റു ഏതെങ്കിലും സൃഷ്ടികളിൽ നമ്മൾ ചോദിച്ചോ? ഉണ്ടോ നമ്മുടെ കൈകളിൽ ഏലസ്? ഉണ്ടോ നമ്മുടെ കൈകളിൽ ഏലസ്? അല്ലേ, തകിടുകൾ വീടുകളിൽ കടകളിൽ എന്തെങ്കിലും ബന്ധിച്ചു വെച്ചിട്ടുണ്ടോ? അതുമായി റമദാനിലേക്ക് പ്രവേശിച്ചിട്ട് ഒന്നും നമുക്ക് നേടാനില്ല. അപകടം വരുമ്പോൾ അല്ലാഹ് വിളിക്കുന്നതിനപ്പുറത്ത് ഇപ്പോഴും നമ്മുടെ നാവിന്റെ തുമ്പത്ത് മറ്റു പല ശൈഖുമാരെയാണെങ്കിൽ, ബാബമാരുടെ പേരാണെങ്കിൽ, ബീവിമാരുടെ പേരാണെങ്കിൽ, സഹോദര, നിന്റെ ജീവിതത്തിൽ ഒന്നല്ല രണ്ടല്ല ഒരു പുരുഷായുസ് മുഴുവനും റമദാൻ മാസം വന്നാലും പരലോകത്തേക്കൊന്നും നിനക്ക് ബാക്കിയുണ്ടായില്ല. മഹാരഥന്മാരായ തൗഹീദിന്റെ വിപ്ലവ നായകന്മാരായ 10-18ഓളം വരുന്ന പ്രവാചകന്മാരുടെ സുത്യർഹമായ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ട് സൂറത്തുൽ അൻആമിൽ ഒരു വാക്ക് പറയുന്നുണ്ട് റബ്ബ്. 18ഓളം വരുന്ന പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് റബ്ബ് പറയാ, വലൗ അശ്റകൂ. ഈ എണ്ണി തിട്ടപ്പെടുത്തി ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിലാണ് ശിർക്കിന്റെ അംശങ്ങൾ കടന്നു വരുന്നതെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തു വെച്ച മുഴുവൻ നന്മകളും അതോടുകൂടി അസാധുവായി പോയി എന്നതാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാൻ വരുന്നതിന് മുമ്പ് ആത്മാർത്ഥമായിക്കൊണ്ട് ആലോചിക്കേണ്ട കേസ് അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്നെന്നറിയോ, നമുക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണ്, പിണക്കങ്ങൾ ഇല്ലാതെയാകണം. അകാരണമായി പിണക്കങ്ങളുണ്ടോ അത് മാറ്റിയിട്ടല്ലാതെ ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഒരു മെച്ചവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി, അല്ലാഹ് പുറത്തു കൊടുക്കും ചില ആളുകൾക്ക് ഒഴികെ. ഒന്ന് മുശ്രിക്കാണ്, ഇല്ലാ റജുലൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ശഹ്ന, ഒരു മനുഷ്യൻ അവനും അവന്റെ സഹോദരനും ഇടയിൽ പിണക്കമുണ്ട്, അനാവശ്യമായ വക്കാടമുണ്ട്, വർഷങ്ങളായി തെറ്റി നിൽക്കുന്നു. അവൻ നോമ്പ് നോറ്റിട്ടുണ്ട്, അവൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, അവൻ ഉംറ നിർവഹിച്ചിട്ടുണ്ട്, അവൻ ഹജ്ജിനും പോയിട്ടുണ്ട്. പക്ഷേ ആ തെറ്റിപ്പോഴും ബാക്കിയാ. അത് പൊരുത്തപ്പെടിപ്പിക്കാൻ അവനക്ക് ഇതുവരെ മനസ്സ് വന്നിട്ടില്ല. അവിടെയൊന്ന് താഴാനുള്ള മനസ്സ് അവൻ കാണിച്ചിട്ടില്ല. അവിടെ അവർക്ക് ഇപ്പോഴും ഈഗോയാ. എനിക്കെന്തിന്റെ കുറവാ എന്ന് അവൻ ഇപ്പോഴും ചോദിക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ എന്നാണ് അവന്റെ ഭാഷ. സഹോദര, റഹ്മാനായ റബ്ബ് വിടില്ല എന്നാണ് പറയുന്നത്. മലക്കുകളോട് പറയും, അവിടെ നിൽക്കി, അവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വരട്ടെ, അവർ രണ്ടുപേരും സുലിഹിലെത്തട്ടെ, എന്നിട്ട് മതി അവന്റെ കർമ്മങ്ങൾ എനിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആ ഫയൽ കെട്ട് അവിടെ അങ്ങനെ പെൻഡിങ്ങിലാ സഹോദര. അത് വിചാരണക്ക് പോലും ഇല്ല എന്നാണ്. പിന്നെ എങ്ങനെയാ നമുക്ക് സ്വർഗം കിട്ടുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന് വേണ്ടി ഒന്ന് താഴ്ന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ആ പിണങ്ങി നിൽക്കുന്ന രണ്ടുപേരിൽ ഏറ്റവും ഉത്തമൻ ആദ്യമായി കൊണ്ട് സലാം പറയുന്നവനാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ സദസ്സിലുണ്ടോ അങ്ങനത്തെ ചില ആളുകൾ? സഹോദര, ഈ പറയപ്പെട്ട ഫള് റമളാനിന് മുൻപ് നമുക്കുണ്ടാകണം. മറ്റൊരു കാര്യം, പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്ക് കഴിയണം. പാപങ്ങൾ പേറിയിട്ട് റമളാനിലേക്ക് എത്തിയാൽ സഹോദര, 1-2 ദിവസത്തെ ആവേശം ഉണ്ടാവുള്ളൂ. പിന്നെ അതിങ്ങനെ കെട്ടടങ്ങി പോകും. പിന്നെ ഒരു സാധാരണ ലൈഫിലേക്ക് നമ്മളോട് പോകും. പിന്നെ പെരുന്നാളിന്റെ അന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാകുള്ളൂ, ഒരു കാര്യം ഉണ്ടാവില്ല. ആത്മാർത്ഥമായി കൊണ്ട് ആലോചിച്ചോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങളെ കുറിച്ച് നിങ്ങൾ ബേജാറാകണ്ട. ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് റഹ്മാനായ റബ്ബിന്റെ സവിധത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്ത് എന്നിലേക്ക് കേണപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് അവിവേകം, അക്രമം, തെറ്റുകൾ, കുറ്റങ്ങൾ ചെയ്തു പോയ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരിക്കലും നിരാശ പറ്റി പോകരുത്. റബ്ബ് പറയാ, ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും റബ്ബ് പുറത്തു തരും. അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങൾ നമ്മൾ ഇല്ലാതെയാക്കാൻ നമുക്ക് കഴിയണം. അത് എന്തുകൊണ്ട് അടിവരയിട്ട് കൊണ്ട് സൂചിപ്പിക്കണമെന്ന് അറിയോ? പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു അനർത്ഥം എന്താണെന്നറിയോ? നന്മകൾക്കുള്ള തൗഫീഖ് അത് കെടുത്തുമെന്നാണ്. പാപങ്ങളുടെ അനന്തര ഫലങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വാചാലമായി കൊണ്ട് സംസാരിക്കുമ്പോ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് സുഹൃത്തുക്കളെ, ഒരു മനുഷ്യർ പാപം ചെയ്തു പോയാൽ അവനക്ക് ദുനിയാവിൽ പടച്ചറപ്പ് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? ഒരു നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളയുന്ന, തൗഫീഖ് ഉണ്ടാവില്ല എന്നാണ്. മഹാനായ താബിഈ വര്യൻ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു മനുഷ്യൻ വന്നൊരു ആവലാതി പറഞ്ഞു, എന്താ? ഇന്നി അബീതു മുആഫ വ ഉഹിബ്ബു ഖിയാമൽ ലൈൽ വഅദു തുഹൂരി ഫമാ ബാലി ലാ അഖൂം. ഞാൻ ഇന്നലെ രാത്രി ഞാൻ വുളു എടുത്ത് കടന്ന മനുഷ്യനാണ്. രാത്രി എണീറ്റ് നിസ്കരിക്കണമെന്ന് നിയ്യത്ത് വെച്ച് കടന്ന മനുഷ്യനാണ്. പക്ഷെ ആ സമയമാകുമ്പോൾ എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ദുനൂബുക ഖയ്യദതുക, നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളാണ് ആ നന്മ കേറി പിടിക്കാൻ നിനക്ക് തടസ്സമുണ്ടായത് എന്ന്, നിന്നെ കെട്ടി വലിഞ്ഞിരിക്കുകയാണ് എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തിന്മകളുടെ നീരാളി പിടുത്തത്തിൽ ജീവിക്കുന്നവരാ ഞാനും നിങ്ങളും. കണ്ണൊന്ന് പാളിയാൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ വലിയ വലിയ പ്രഹരങ്ങൾ നമ്മളെ ഏൽപ്പിച്ച് നമ്മുടെ നന്മകളിലേക്കുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തി കളയാനുള്ള എല്ലാവിധ ഇൻസ്ട്രുമെന്റ്സിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു തഖ്വയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എന്താണെന്നറിയോ? ഇതുവരെ ചെയ്ത കാര്യങ്ങൾ സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്യുക. എന്നിട്ട് നല്ലൊരു മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് നമ്മൾ മാറുക. ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ ഏതായിരുന്നാലും ശ്രദ്ധിക്കുക. എന്നിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ വിശുദ്ധ റമദാനിലേക്ക് കയറാൻ കഴിഞ്ഞാൽ, വിശുദ്ധ റമദാൻ എത്തുമ്പോൾ ഏതായിരുന്നാലും വലിയ പ്രേരകങ്ങളൊക്കെ ഒഴിവായി കിട്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന, സ്വർഗത്തിൽ ഉന്നതമായ പദവികളിലേക്ക് നമ്മളെ എത്തിക്കുന്ന
ലഭിക്കുന്ന അമൂല്യമായ ഒരു വർഷത്തിലെ കിട്ടാക്കനിയായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരത്തെ റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിലേക്ക് 1-2 ആഴ്ചകൾ കഴിഞ്ഞാൽ പറഞ്ഞയക്കാൻ നിൽക്കുമ്പോൾ അത് ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ മുൻപേ ചില ഒരുക്കങ്ങൾ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിച്ചത്. ഈ നിലക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യി വഅഹ്ദഹു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, റമദാനിന് മുൻപേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. നമുക്കറിയില്ല ആർക്കൊക്കെയാണ് അതിനുള്ള തൗഫീഖ് ഉണ്ടാവുക എന്നുള്ളത്. എന്ത് തടസ്സങ്ങളാണ് ആ അമലുകളൊക്കെ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് വരാമെന്ന് പറയാൻ കഴിയില്ല. ഏത് സമയവും നമ്മുടെ ജീവിതം ഏത് ദിശയിലേക്കും മാറി ഒഴുകും. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല സുഹൃത്തുക്കളെ, എത്രയോ ഉദാഹരണങ്ങൾ. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. പടച്ച റബ്ബേ, ഈ റമദാനിന് ഏറ്റവും നല്ല രൂപത്തിൽ നീ നൽകുക മാത്രമല്ല, യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു തൗഫീഖും ആ ഒരു ആഫിയത്തും എനിക്ക് നീ നൽകണേ. പോണപ്പോക്കിൽ കാലൊന്നും ജസ്റ്റ് മടങ്ങിയാൽ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ, കഴിഞ്ഞില്ലേ? ഡോക്ടർ പറയാൻ 1 മാസം റെസ്റ്റ് ചെയ്യുക എന്ന് പറയും. ബെഡ് റെസ്റ്റ് ആണ് 1 മാസം. നമ്മൾ എങ്ങനെ തറാവീഹിന് വരും? നമ്മൾ എങ്ങനെ ഓടിച്ചാടി നടക്കും? അല്ലേ? ആ 4 ചുമരുകൾക്കുള്ളിൽ നമ്മൾ ഒതുങ്ങിപ്പോകും. അതൊന്നും ആകാൻ അധികമൊന്നും വേണ്ട, അതാകാൻ അധികമൊന്നും വേണ്ട. അതുകൊണ്ട് എന്താണെന്നറിയോ, ഇതുവരെ നമുക്ക് കിട്ടിയ ആഫിയത്തിനേക്കാൾ വലിയ ആഫിയത്ത് ഇൻഷാ അല്ലാഹ് റമദാൻ നമുക്ക് വേണം. അത് ഇപ്പോഴേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം. നമ്മുടെ മുൻഗാമികൾ 2 ആഴ്ചകൾക്ക് അപ്പുറത്തായിരുന്നില്ല റമദാനിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നത്. 6 മാസം മുൻപ് തന്നെ ആത്മാർത്ഥമായി ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനാ വേളകളിൽ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വെച്ച, അള്ളാഹുവിനോട് മറക്കാതെ ചോദിച്ചൊരു വാചകം, അള്ളാഹുവേ റമദാനിലേക്ക് നീ എന്നെ എത്തിക്കണേ എന്നാണ്. തഹജ്ജുദുകളിൽ അവരുടെ പ്രാർത്ഥനകളുടെ അജണ്ട വിശുദ്ധ റമദാനാണ്. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സുഹൃത്തുക്കളെ പ്രാർത്ഥനകളിൽ അത് മറക്കരുത്. ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ ഓർക്കാൻ, നിനക്ക് ശുക്ർ കാണിക്കാൻ, നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ ഒന്ന് നല്ല നിലക്ക് ചെയ്യാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതൊക്കെ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന സുഹൃത്തുക്കളെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിൽ വലിയ തത്വമുണ്ട്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു പറഞ്ഞപ്പോൾ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിത ലോകം ചർച്ച ചെയ്തു. ഇബാദത്ത് പറഞ്ഞ ഉടനെ എന്തിന് സഹായത്തെ അവിടെ സൂചിപ്പിച്ചു എന്നുള്ളത്. നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാന്റെ സഹായം വേണമെന്ന വലിയൊരു പാഠത്തെ പണ്ഡിത ലോകം നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾക്ക് നന്നായി ഒന്ന് ഒരുങ്ങുന്നതിന്റെ ഭാഗമാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന എന്നുള്ളത്. മറ്റൊന്ന്, നല്ല നിയ്യത്ത് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പ്ലാനിംഗ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് റമദാൻ വന്നാൽ ഞാൻ ഇത്ര സ്വതക്ക കൊടുക്കും, ഞാൻ ഇത്ര കാര്യങ്ങൾ അവിടെ നിർവഹിക്കും, ഏറ്റവും ചുരുങ്ങിയത് ഇത്ര തവണ ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരിക്കും. നമ്മളൊക്കെ പറയുമ്പോ മാക്സിമം നമ്മളൊക്കെ എത്ര ചെയ്യാം? വിശുദ്ധ ഖുർആന്റെ പാരായണമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളിപ്പോ എത്ര ചെയ്യാൻ നമുക്ക് അറിയാം. 2 ഓതിയാൽ 2 ഖത്തം തീർത്താൽ തന്നെ നമ്മൾ വലിയ വായിൽ പറയും. നമ്മുടെ മുൻഗാമികളുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ അവർ ഒരു ദിവസമാണ് 2, 3 ഖത്തം തീർത്തിരുന്നത്. ഏതായിരുന്നാലും അത്ര നമുക്ക് കഴിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ, നല്ലൊരു പ്ലാനിങ് നമുക്ക് ഉണ്ടാകണം. ആത്മാർത്ഥമായ നെയ്യത്ത് നമുക്ക് ഉണ്ടാകണം. ഇത്ര പേരെ എന്റെ വക, എന്റെ അധ്വാനത്തിൽ നിന്നും ഞാൻ ഇത്ര പേരെ നോമ്പ് തുറപ്പിക്കും. വിശുദ്ധ ഖുർആനിന്റെ മാസമായതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ വിശുദ്ധ ഖുർആൻ പഠിക്കാനും കൂടെ തീരുമാനിക്കും. അങ്ങനെ 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 ഖൈറുകളിലേക്കുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാകണം. എന്റെ ശാഖകളിൽ, എന്റെ പരിസരങ്ങളിൽ നടത്തപ്പെടുന്ന പ്രത്യേകമായ ദീന് പഠിക്കാനുള്ള സംവിധാനങ്ങളിൽ ഞാനും ഉണ്ടാകും വിശുദ്ധ റമദാൻ എന്റെ കുടുംബത്തോടു കൂടെ. അവിടെ ഞാൻ എന്റെ ജോലിക്ക് ചെറിയൊരു ക്രമീകരണം വരുത്തിയാലും ഉണ്ടാകും ഞാൻ അവിടെ. എത്ര ദിവസമാണെങ്കിൽ ആ ദിവസം മുഴുവൻ ഞാൻ ഇൻഷാ അല്ലാഹ് നോമ്പ് നോറ്റിരിക്കും എന്ന് ഇപ്പോൾ നമുക്ക് നല്ല നിയ്യത്ത് വെക്കാൻ കഴിഞ്ഞാൽ, സഹോദര, ആ സത്യസന്ധമാണോ നമ്മുടെ നിയ്യത്തെങ്കിൽ ഈ റമദാൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ആ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ പരലോകത്ത് വരിക എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ മെച്ചമല്ലേ അത്?
വലിയ മെച്ചമല്ലേ അത്? അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, വമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ, ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യുമെന്ന് തീരുമാനിച്ചു കൊതിച്ചു, പക്ഷെ അവനക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല, സാഹചര്യങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കുത്തിബത്ത് ലഹു ഹസന, അവനക്ക് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ട് ഒരു നന്മ ചെയ്യും, ഒരു നന്മ രേഖപ്പെടുത്തുമെന്നാണ്. ഇനി അത് ചെയ്താലോ അവനക്ക് 10 മുതൽ 70 700 ഇരട്ടി വരെയും അവനക്കത് വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. നിയ്യത്തിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായിക്കൊണ്ട് നല്ലൊരു നെയ്യത്തും പ്രാർത്ഥനയും അതിനു മുമ്പേ ഒരുങ്ങേണ്ട രീതികളുമാണ് സൂചിപ്പിച്ചത്. ശിർക്ക് അത് തടസ്സമാണ്, തെറ്റി നിൽക്കുന്ന ഏർപ്പാട് അത് തടസ്സമാണ്, പാപങ്ങൾ അത് തടസ്സമാണ്. ഇതിൽ നിന്നെല്ലാം നല്ല രൂപത്തിൽ കഴുകി വൃത്തിയാക്കി വിശുദ്ധ റമദാനിനെ പരിപൂർണമായി കൊണ്ടും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പ്രാർത്ഥനയും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹു നമുക്ക് ആ ഒരു അവസരം വന്നെത്തുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അത് ചെയ്യാൻ നമുക്ക് കഴിയും. റഹ്മാനായ റബ്ബ് എല്ലാ നിലക്കും നമ്മുടെ ഉദ്ദേശങ്ങൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ പ്രായോഗിക കൊണ്ടുവരാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു റമദാനും വീണ്ടും ഒരു അവസരം ആയുസ് പിന്നെ നല്ല ആഫിയത്തോടു കൂടെ ഉള്ള ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.